നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തി വെക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്കപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ചെറിയൊരു പരീക്ഷണത്തിലൂടെ കണ്ടു നോക്കാം. ഇവിടെ നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട്. ആവണക്കെണ്ണയിലേക്ക് കുറച്ച് എള്ളിൻ്റെ വിത്തുകൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 സ്റ്റീലിൻ്റെ ആണി മുക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റീലിൻ്റെ ആണിയിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈയുമായിട്ട് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, നമ്മൾ ആണിയിലേക്ക് പവർ സപ്ലൈ ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ എള്ളിൻ്റെ വിത്തുകൾ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് അലൈൻ ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ? ഒരു പ്രത്യേക ഡയറക്ഷനിൽ അത് അറേഞ്ച് ചെയ്ത് വരുന്നത് കാണാം, മൂവ് ചെയ്തിട്ട്. ഏതാ 2 ആണികളുടെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് ആ എള്ള് വിത്തുകൾ അറേഞ്ച് ചെയ്യപ്പെടുന്നത്. ഈ ഹൈ പൊട്ടൻഷ്യലിൽ എള്ള് പോളറൈസ് ചെയ്യുകയും അത് ആ ഫീൽഡിൻ്റെ ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നതുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിതിൻ്റെ തിയററ്റിക്കൽ സൈഡിലേക്കൊന്ന് നോക്കി നോക്കാം. എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടത് എന്തായിരുന്നു? നമ്മൾ കുറച്ച് ആവണക്കെണ്ണയിൽ 2 ആണി വെച്ചു. അതിലേക്കൊരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തപ്പോൾ എന്ത് കാണാൻ സാധിച്ചു? അവിടെ നമ്മൾ ആവണക്കെണ്ണയിൽ ഇട്ടിട്ടുള്ള എള്ളിൻ്റെ വിത്തുകൾ എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത് കണ്ടു അല്ലേ? അവിടെ അലൈൻ ചെയ്യാൻ കാരണം നമ്മളൊരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ആ 2 ആണിക്കിടയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ആ വിത്തുകൾ പോളറൈസ് ചെയ്യുകയും ആ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. നമ്മളതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് ഇപ്പോൾ കണ്ടത്, ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ. അതിൻ്റെ തിയററ്റിക്കൽ സൈഡിലേക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കൂളോംസ് ലോ പറഞ്ഞത് എന്തായിരുന്നു? ഒരു 2 ചാർജുകൾ ഉണ്ടെങ്കിൽ ആ 2 ചാർജുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും എന്നാണ്? ഒരു ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻ ഉണ്ടാവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെയല്ലേ കൂളോംസ് ലോ പറയുന്നത്? ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണ് കൂളോംസ് ലോ അനുസരിച്ചിട്ട്? ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറച്ചുകൂടി കൂട്ടി എന്താ സംഭവിക്കുക? ഫോഴ്സ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഡിസ്റ്റൻസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു, ഫോഴ്സ് എന്ത് ചെയ്തു? പിന്നെയും ഡിക്രീസ് ചെയ്തു. അങ്ങനെ ഡിസ്റ്റൻസ് കൂടി പോകുന്നതനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ എന്തായിട്ട് മാറും? ഫോഴ്സ് 0 ആയിട്ട് മാറും ഇല്ലേ? അങ്ങനെ ഒരു ചാർജിന് ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ Q എന്നുള്ളൊരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഈ ചാർജിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും, ഒരു പരിധി. അതിൻ്റെ പുറത്തേക്ക് എന്തുണ്ടാവില്ല? ഇതിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടില്ല. കഴിഞ്ഞാലും നിങ്ങൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാവും, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. മാസിന് പകരം ഇവിടെ ചാർജാണെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റും അത് അവിടെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ വേറൊരു ചാർജ് കൊണ്ടുവച്ചാൽ അതിലെന്തുണ്ടായിരിക്കും? ഫോഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ? ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കുറഞ്ഞ് ഒരു പരിധി കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെ ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന റീജിയന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലം, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ദി സ്പേസ് അറൗണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ അതർ ചാർജസ്. ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് മറ്റ് ചാർജുകൾക്ക് അനുഭവപ്പെടുന്ന ആ ഒരു റീജിയന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു റീജിയന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും, തീവ്രത മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നോക്കുക, അവിടുത്തെ ഒരു ഫീൽഡ് ആണെങ്കിൽ ഈ ചാർജിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും? ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലാവും അല്ലേ? ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതൽ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. നേരത്തെ നിങ്ങൾ ആ എക്സ്പെരിമെൻറ്റിലും കണ്ടിട്ടുണ്ടായിരിക്കും, ആണിയോട് ചേർന്നിട്ടുള്ള എള്ളുകളൊക്കെ വേഗം മൂവ് ചെയ്തു. ആ സൈഡിൽ കുറച്ച് മാറി നിൽക്കുന്നൊന്നും എന്ത് ചെയ്തില്ല? പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തില്ല. കാരണം അവിടേക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? കുറവാണ്. അതിനെ പോളറൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഞാൻ കൊടുത്ത ഫീൽഡിന് ഇല്ലായിരുന്നു. അപ്പോൾ
ഇവിടെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് എന്തായിരിക്കും ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലാണ്, തീവ്രത കൂടുതലാണ്. അകത്തകത്ത് പോകുന്തോറും തീവ്രത എന്ത് ചെയ്യും, കുറഞ്ഞ് ഈ ഒരു പരിധി കഴിഞ്ഞാൽ തീവ്രത എന്തായി, 0 ആയി. അപ്പോൾ അത് മെഷർ ചെയ്യാൻ, എന്ത് മെഷർ ചെയ്യാൻ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക, ഇ എന്ന് ഡിനോട്ട് ചെയ്യും, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് മെഷർ ചെയ്യുക നമ്മൾ ഈ ഫീൽഡിൽ ഏത് പോയിന്റിലെ ഇൻറ്റൻസിറ്റി ആണോ മെഷർ ചെയ്യുന്നത്, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു +1 കൂളോം ചാർജിനെ കൊണ്ടുപോയി വയ്ക്കും. ഏത് പോയിന്റിലെ ഇൻറ്റൻസിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു +1 കൂളോം ചാർജ് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾ തമ്മിലൊരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ലേ, ആ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ ഏതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിലിരിക്കുന്ന ഒരു +1 കൂളോം ചാർജിൽ, ഒരു ടെസ്റ്റ് ചാർജിൽ ഈ ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ ഏതിനെ മെഷർ ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യും. നമുക്ക് വേറൊരു പോയിന്റിലാണ് മെഷർ ചെയ്യേണ്ടതെങ്കിലോ ഈ പോയിന്റിൽ മെഷർ ചെയ്യണം, എന്ത് വേണം, അവിടെ നമ്മളൊരു +1 കൂളോമ്പിനെ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അതാണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി. ഇതിനേക്കാൾ എന്തായിരിക്കും ഇവിടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, കാരണം ഡിസ്റ്റൻസ് എന്താണ്, കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ചാർജ് മൂലം ഉണ്ടാവുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, കൂളോംസ് ലോ അല്ലേ. ഇപ്പോൾ കൂളോംസ് ലോ പറയുന്നത് 1/4πε0 ഇൻറ്റു രണ്ട് ചാർജുകൾ, ഒരു ചാർജ് Q ആണ്, രണ്ടാമത്തെ ചാർജ് എത്രയാണ്, 1 ആണ്, ഡിവൈഡഡ് ബൈ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തെടുക്കാം, r. ഇനി ഇവിടെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് r, അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ Q × 1 ചെയ്താൽ എന്തായിട്ട് മാറും, Q തന്നെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്, ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ദി force the intensity of electric field at a point is the force experienced by a unit positive charge placed at that point. ഏത് പോയിന്റിലാണോ നമ്മൾ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത് ആ പോയിന്റിലിരിക്കുന്ന ഒരു +1 കൂളോം ചാർജിൽ ഈ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് ആയിട്ടാണ് എന്തിനെ മെഷർ ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡായിരുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 1/4πε0 Q/r² എന്നുള്ളതാണ്. ഇതിൽ നമുക്കൊരു ഫോമിലും കൂടി വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തുണ്ട്, F ഈസ് ഈക്വൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 r², അല്ലേ, 1/4πε0 Q1 Q2/r². ഇതിനെ നമ്മളൊരു ചാർജായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ആ ചാർജ് ക്യാൻസലായി പോവില്ലേ. ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇങ്ങനെ എടുത്തോളൂ, Q1 എന്ന് എടുത്തോളൂ, എഴുതാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഡിവൈഡഡ് ബൈ നമ്മളിപ്പോൾ ചാർജ് Q ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഈ ക്യൂവും എന്തായി പോവും, ക്യാൻസലായി പോവും, അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഇക്വേഷനെ തന്നെ അല്ലേ. അപ്പോൾ ഫോഴ്സിനെ ചാർജായിട്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നമുക്ക് അടുത്തൊരു ഇക്വേഷനാണ് ഈസ് ഈക്വൽ ടു F/Q, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റും പറയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താവും, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്, ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം ഡിവൈഡഡ് ബൈ കൂളോം. അപ്പോൾ ന്യൂട്ടൺ പെർ കൂളോം ഒരു യൂണിറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറൊരു യൂണിറ്റാണ് വോൾട്ട് പെർ മീറ്റർ. രണ്ട് യൂണിറ്റുകളാണ് നമ്മൾ ഏതിന് യൂസ് ചെയ്യാറുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ അതിന് എന്തൊക്കെ ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഡയറക്ഷനും ഉണ്ട്, അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു, എന്തിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്,
ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയണിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഫീൽഡിൻ്റെ ഇക്വേഷൻ കാണാനുള്ള, ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ്. ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ ഈ ഫീൽഡ് ലൈൻസ് പ്ലോട്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് ഞാനൊരു +1 കൂളോം ചാർജ് കൊണ്ടുവയ്ക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? രണ്ടും പോസിറ്റീവാണ്, ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ? ഇവിടെ കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇവിടെ കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതായത് ഈ ചാർജുകൾ നമ്മൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യാം. അതേപോലെ നമ്മൾ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ, നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് ഈ +1 കൂളോമ്പ് കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? ഓപ്പോസിറ്റ് ചാർജുകളാണ് അട്രാക്റ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് അതെന്ത് ചെയ്യും? -Qയിലേക്ക് വരും. ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് വരും, ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങോട്ട്, ഏത് ഡയറക്ഷനിൽ വെച്ചാലും അത് എങ്ങോട്ട് മൂവ് ചെയ്യും? -Qൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയനിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ +1 കൂളോം ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന പാത്താണ് നമ്മൾ എന്തായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്? ഫീൽഡ് ലൈൻസ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്താണ് നമ്മൾ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫീൽഡ് ലൈൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓരോ കേസിലും ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്, ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കേസാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് അപ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ എവിടെ ടെസ്റ്റ് ചാർജ് വെച്ചാലും അതെന്താ ചെയ്യുക? ഇതിനെ റിപ്പൽ ചെയ്യല് ചെയ്യുക. അപ്പോൾ ഐസൊലേറ്റഡ് ചാർജ് ആണെങ്കിൽ എപ്പോഴും ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ആയിരിക്കും. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൽ ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതും നമ്മൾ അവിടെ കണ്ടതാണ് അല്ലേ? ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിനെന്താ ചെയ്യുക? അട്രാക്റ്റ് ചെയ്യല് ചെയ്യുക. അപ്പോൾ അതെപ്പോഴും എങ്ങോട്ടായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ചാർജിലേക്ക് ഫീൽഡ് ലൈൻസ് വരികയാണ് ചെയ്യുക. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? നെഗറ്റീവിലാണ് എൻഡ് ചെയ്യുന്നത്. ഈ ഫിഗറിന് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തൊരു ഫിഗർ കൂടി വരച്ച് നോക്കാം. നമ്മളൊരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ, രണ്ട് പോളുകൾ, ഡൈപോളുകൾ. നമുക്ക് അടുത്ത പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഡൈപോൾ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഡൈപോളിൽ എന്തൊക്കെയുണ്ട്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവും ചാർജ് ഉണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എവിടെ എൻഡ് ചെയ്യും? നെഗറ്റീവിൽ എൻഡ് ചെയ്യും. ഈ രീതിയിലായിരിക്കും ഏത് വരിക? ഫീൽഡ് ലൈൻസ് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് വരിക. ഇത് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ഇവിടെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല, നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക. നമ്മൾ ജനറലായിട്ട് എടുത്താണ് ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജ്. വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ എന്തുണ്ടായിരിക്കും? ചെറിയൊരു നൾ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. ഇത് നമ്മൾ നോക്കുന്നത് രണ്ട് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. രണ്ടിൽ നിന്നും എന്താ സംഭവിക്കുക? ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഫീൽഡ് ലൈൻസ് വരും, ഇവിടെ നിന്നും ഫീൽഡ് ലൈൻസ് വരും. ഇവിടെ നിന്ന് എടുത്താലും അതെ, ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് എമേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് എമേർജ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഷേപ്പിലേക്കായിരിക്കും ഫീൽഡ് ലൈൻസ് വരിക. അതായത് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. നമുക്കറിയാം രണ്ട് ചാർജ് കൊണ്ടുവന്ന് അത് എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യുക. അകന്ന് പോകാനാണ് നോക്കല്ലേ? അതൊരിക്കലും കൂട്ടിമുട്ടാൻ നിൽക്കില്ല. അതേസമയം ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും അത് പരസ്പരം അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഫീൽഡ് ലൈൻസ് അവിടെ ഒരുമിച്ചായി വരുന്നുണ്ട്. ഇവിടെയോ കൂടിച്ചേരില്ല, ഒന്നിൽ നിന്ന് മറ്റതിലേക്ക്. ഇവിടെ വരുമ്പോൾ എന്താണ്? ഇത് രണ്ടും ഇട്ട് ചേരണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യണം? ഇൻ്റർസെക്റ്റ് ചെയ്യണം. അതൊരിക്കലും എന്തല്ല? പോസിബിൾ അല്ല. ഇനി നോക്കുക, നമ്മളൊരു യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ
യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് ലൈൻസ് എല്ലായിടത്തും എന്താണ്? ഈക്വൽ ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. അതായത് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. ഇതാണ് ഫീൽഡ് ലൈൻസിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇപ്പോൾ 4-5 കേസുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ്? ഔട്ട്വേർഡാണ്. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എപ്പോഴും എങ്ങനെയാണ്? ഇൻവേർഡാണ്. ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എവിടെ എൻഡ് ചെയ്യും? നെഗറ്റീവിൽ എൻഡ് ചെയ്യും. 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇനി 2 നെഗറ്റീവ് ആണെങ്കിലോ? 2 നെഗറ്റീവ് ആണെങ്കിലും ഷേപ്പ് സെയിം തന്നെയാണ്. വ്യത്യാസം എന്താ? പോസിറ്റീവ് ആകുമ്പോൾ പുറത്തേക്കാണ്, നെഗറ്റീവ് ആകുമ്പോൾ എങ്ങോട്ടായിരിക്കും? ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ ഈ കേസിൽ നോക്കുക, ഇവിടെ ഈ ഒരു റീജിയണിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. അതിന് നമുക്ക് ഒരു നൾ റീജിയൻ അല്ലെങ്കിൽ ഒരു നൾ പോയിൻ്റ് എന്ന് പറയാം. അവിടെ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ആബ്സെൻ്റ് ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞ കേസ് എന്താണ്? യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ പറഞ്ഞു? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജിൻ്റെ പാത്തായിട്ടാണ് എന്തിനെ പ്ലോട്ട് ചെയ്യുന്നത്? ഫീൽഡ് ലൈൻസിനെ പ്ലോട്ട് ചെയ്യുന്നത്. അതിൽ ഡിഫറെൻറ്റ് ഷേപ്പുകളും നമ്മൾ കണ്ടു അല്ലേ? പല പല കേസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. എന്തൊക്കെയാണ് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത്? അതിൽ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്, വരച്ച് കഴിഞ്ഞതാണ് അല്ലേ? ഫീൽഡ് ലൈൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോസിറ്റീവിൽ നിന്നാണ്. എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? നെഗറ്റീവിലാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മളെ പ്രോപ്പർട്ടി ഏതാണ്? സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. എവിടെ എൻഡ് ചെയ്യും? നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. അതുകൊണ്ട് ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? നെവർ ഫോംസ് ക്ലോസ്ഡ് ലൂപ്സ്. ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യുന്നില്ല. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. കാരണം നമുക്കിനി 5ാമത്തെ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണിത്. ബാക്കി പ്രോപ്പർട്ടീസൊക്കെ ഏകദേശം സെയിം ആണ്. ചാർജിന് പകരം അവിടെ പോളാവുന്നേ ഉള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് കൂടിയുണ്ട്. ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. നെവർ intersect each other. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരിക്കലും ഫീൽഡ് ലൈൻസ് പരസ്പരം എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എന്താ ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള കുഴപ്പം? അല്ലെങ്കിൽ എന്തായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്താൽ സംഭവിക്കുക? നോക്കുക, 2 ഫീൽഡ് ലൈൻസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നോക്കുക, അവിടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പറയാം. അതേപോലെ തന്നെ ഇങ്ങോട്ടും പറഞ്ഞൂടെ? ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുത്തൂടെ? അതൊരിക്കലും പോസിബിൾ അല്ല. ഒരു പോയിന്റിൽ ഫീൽഡിന് എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? സിംഗിൾ ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് എപ്പോഴും ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതവിടെ ഫീൽഡിന് ഒരു പോയിന്റിൽ ഒന്നിലധികം ഡയറക്ഷൻ വരികയാണ്. ഒരു പോയിന്റിൽ എന്ത് വരില്ല? ഒരിക്കലും ഒന്നിലധികം ഡയറക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അടുത്ത പോയിന്റ് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ ഡെൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റ്സ് ദി സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താ നമ്പർ ഡെൻസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ എടുത്തു. ആ യൂണിറ്റ് ഏരിയയിൽ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു എന്ന് വിചാരിക്കും. ആ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസാണ് ഈ വരച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വേറൊരു യൂണിറ്റ് ഏരിയ എടുത്തു, അതിലൂടെ പോകുന്ന ഫീൽഡ് ലൈൻസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറവാണ്, ഇവിടെ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അത് തന്നെയാണ് ഈ നമ്പർ ഡെൻസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്പർ ഡെൻസിറ്റി കുറവാണ്, ഇവിടെ നമ്പർ ഡെൻസിറ്റി കൂടുതലാണ്. നമ്പർ ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കൂടുതൽ ഫീൽഡ് ലൈൻസ് വരിക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത്? അപ്പോൾ
ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടി അത് റെപ്രസെൻ്റ് ചെയ്യുന്ന അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അടുത്തൊരു പോയിൻ്റ്, നമ്മൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക, ഫീൽഡിനെ ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്യുക. ടാൻജൻറ്റ് ഡ്രോൺ ടു ദി ഫീൽഡ് ലൈൻ represents the direction of electric field at that point. The tangent drawn to the field lines represents the direction of electric field at that point. അതായത് ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റിൽ ആ ഫീൽഡിൽ എന്ത് വരച്ചാൽ മതി, ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇവിടെ ഈ കേസിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. നോൺ യൂണിഫോം ഫീൽഡിൽ ഫീൽഡ് ലൈൻസ് കർവ്ഡ് ആയിരിക്കും. നേരത്തെ എടുത്തതിൽ രണ്ട് സെയിം ചാർജ് വന്ന കേസിൽ നമ്മൾ കണ്ടു ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കർവ്ഡ് ഷേപ്പ് ഫോം ചെയ്യുമ്പോൾ ഫീൽഡ് ലൈൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പോയിന്റിൽ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ കർവ്ഡ് ഫീൽഡ് ലൈൻ വരുമ്പോഴാണ് നമുക്ക് ഏത് ആവശ്യമുള്ളത്, ടാൻജൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളത് കേട്ടോ. അതായത് നോൺ യൂണിഫോം ഫീൽഡിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റിൽ നമ്മൾ എന്ത് വരയ്ക്കുക, ഒരു ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്യുക. ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇനി വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി പറയാം. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, പാരലൽ ആയിരിക്കും. നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഫീൽഡ് ലൈൻസ് കർവ്ഡ് ആയിരിക്കും. യൂണിഫോം ഫീൽഡിൽ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും, നോൺ യൂണിഫോം ഫീൽഡിൽ ഫീൽഡ് ലൈൻസ് കർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഏതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഫീൽഡ് ലൈൻസ് എപ്പോഴും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എവിടെ എൻ്റെ ചെയ്യും, നെഗറ്റീവിൽ എൻ്റെ ചെയ്യും. ഒരിക്കലും ഇതെന്ത് ചെയ്യുന്നില്ല, ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. രണ്ടാമത് പറഞ്ഞാൽ രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ എന്തുണ്ടായിരിക്കും, ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതെന്തല്ല, പോസിബിൾ അല്ല. പിന്നെ പറഞ്ഞത് നമ്പർ ഡെൻസിറ്റി, നമ്മൾ യൂണിറ്റ് ഏരിയയിലുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. കൂടുതൽ ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്, ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ സ്ട്രെങ്ത് കുറവാണ്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ യൂണിഫോം ഫീൽഡിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഫീൽഡിന് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഏതിൽ ഡിസ്കസ് ചെയ്തത്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ആ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറയാൻ നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടു ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അവിടെ ആ വിത്തുകൾ അലൈൻ ചെയ്ത് നിൽക്കുന്നത് കണ്ടു. അവിടെ ആ രണ്ട് ചാർജ് കാണിച്ച ആ ഡയറക്ഷനിൽ തന്നെ അവിടെ വിത്തുകൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതുപയോഗിച്ച് നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഡിഫൈൻ ചെയ്തു, എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കണ്ടു, അതിൻ്റെ യൂണിറ്റുകൾ പറഞ്ഞു, അതിൻ്റെ ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പറഞ്ഞു, ഫീൽഡ് ലൈൻസ് നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓരോന്നിലും അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇലക്ട്രിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വരാറുള്ളതാണ്. നേരേക്ക് മനസ്സിലാക്കി പഠിക്കുക. ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.